സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. സ്വയം കത്തിയെരിയുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്നാണ് KK രാഗേഷിന്റെ പ്രശംസ. ത്യാഗപൂർണമായ ജീവിതമാണ് അദ്ദേഹത്തിന്റേത് എന്നും സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ഭരണാധികാരിയെന്നും KK രാഗേഷ് പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് ഈ പുകഴ്ത്തൽ. എന്തായാലും പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. CM ഓഫീസിലെ ഔദ്യോഗിക ചുമതല വെടിഞ്ഞ് കണ്ണൂരിലേക്ക് വരുമ്പോൾ സഹപ്രവർത്തകർ പങ്കുവച്ച ചില അഭിപ്രായങ്ങൾ ചിലർ ദുഷ്ടലാക്കോടെ വിവാദമാക്കുകയുണ്ടായല്ലോ. ഹ്രസ്വമായ ഒരു പ്രതികരണം ആ വിഷയത്തിൽ നേരത്തെ നടത്തിയിട്ടുണ്ട്. എന്നാൽ 4 വർഷത്തെ ആ ഓഫീസിലെ പ്രവർത്തനത്തെപ്പറ്റി കുറച്ചധികം പറയാനുണ്ട് താനും. നേരവും കാലവും നോക്കാതെ ഊണും ഉറക്കവും വെടിഞ്ഞ് ഒരു നാടിന്റെ ഹൃദയം സ്പന്ദിക്കുന്ന ആ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സഫലമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് രാഗേഷ് കുറിക്കുന്നു. 1970 ഒക്ടോബറിൽ പിണറായി വിജയൻ നിയമസഭാംഗമായി തിരുവനന്തപുരത്തെത്തുമ്പോൾ ഞാൻ ജനിച്ചിരുന്നില്ല. കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആയ വിജയേട്ടന് അന്ന് 26 വയസ്സ്. പിന്നീട് 1977-ലും 1991-ലും 1996-ലും 2016-ലും MLA ആയി. 1996-ൽ EK നായനാർ മന്ത്രിസഭയിൽ വിദ്യുത് ശക്തി സഹകരണ വകുപ്പ് മന്ത്രിയായി. ജീവിതപാതയിലുടനീളം എണ്ണമറ്റ പോരാട്ടങ്ങൾ. ത്യാഗപൂർണമാണ് ആ ജീവിതം. സഹജീവികൾക്കു വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യൻ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കുറച്ചുകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അനുഭവ സമ്പന്നമായ ഒരു കാലഘട്ടമായി ഞാൻ കാണുന്നു. ഓഫീസ് പ്രവർത്തനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവിടെ എത്തുന്നത് എങ്കിലും മുഖ്യമന്ത്രി എന്നത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും മാത്രമല്ല, എല്ലാവരുടേതുമാണ്. അത് മനസ്സിൽ വെച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയായിരുന്നു. ട്രാൻസ്ഫർ മുതലായ വിഷയങ്ങൾ സർവീസ് സംഘടനകൾ വഴിയായിരുന്നു മുൻകാലങ്ങളിൽ. നിയന്ത്രണം ഭരണപക്ഷത്തുള്ള സർവീസ് സംഘടനകൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സംവിധാനമായിരുന്നു അത്. എന്നാൽ ഈ സർക്കാർ ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനം നടപ്പിലാക്കിയതോടുകൂടി അർഹത ഉള്ളവർക്കെല്ലാം അത് പ്രാപ്യമായി. ഒരു ഭരണകർത്താവിന്റെ അടിയുറച്ച നീതിബോധം എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നത് അപ്പോൾ ഞാൻ കാണാൻ തുടങ്ങുകയായിരുന്നു. ആദ്യമായി എനിക്ക് ഫയൽ കൈമാറിയത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപനായിരുന്നു. ഏറ്റവും ലളിതമായി കണ്ണടച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡെപ്യൂട്ടേഷൻ ഫയലുകൾ. ഫയൽ നോക്കുന്നതിനിടയിൽ ആരുടേതാണ് ഡെപ്യൂട്ടേഷൻ എന്നൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ശൈലിയിൽ പരിശോധിക്കാനല്ല തുനിഞ്ഞത്. രാഷ്ട്രീയമല്ല, മറിച്ച് മെറിറ്റും മാനദണ്ഡവുമാണ് നോക്കേണ്ടത് എന്ന CMന്റെ നിർദ്ദേശം അന്നു മുതലേ മനസ്സിൽ ഉറപ്പിച്ചു തുടങ്ങിയിരുന്നു. ശമ്പള സ്കെയിലും വർഷവും മാത്രമേ അത്തരം ഫയലുകളിൽ തിരയേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയിലെ നിറഞ്ഞ നീതിബോധം വരച്ചു കാട്ടുന്ന അനുഭവമായി. ചില അപവാദങ്ങൾ അങ്ങിങ്ങുണ്ടായപ്പോൾ മന്ത്രിമാരെ തന്നെ നേരിട്ട് വിളിച്ച് ഇതല്ല സർക്കാരിന്റെ നയമെന്ന് തിരുത്തിക്കുമായിരുന്നു അദ്ദേഹം. വലതുപക്ഷ സർക്കാരുകൾ കേരളം ഭരിച്ച സമയത്തൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ജീവനക്കാർക്ക് വലിയ രീതിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ചരിത്രമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഒന്നും LDF സർക്കാരിന്റെ കാലത്ത് ആ സമീപനം മാറിയിട്ടുണ്ട്. രണ്ടാം സർക്കാർ വരുമ്പോഴേക്കും ഒരു തരത്തിലും വിവേചനം അനുഭവിക്കാത്ത ഒരു വിഭാഗമായി നട്ടലുയർത്തി ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റി എന്നതാണ് നമ്മുടെ നേട്ടമെന്ന് CM വിശദീകരിക്കുമായിരുന്നു. 100 കണക്കിന് നിവേദനങ്ങളാണ് ഓരോ ദിവസവും ഓൺലൈൻ വഴിയും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരുന്നത്. ഞങ്ങൾ ആരും ഓരോ നിവേദനവും പദാനുപദം വായിച്ചിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെയായിരുന്നില്ല. തനിക്ക് ലഭിക്കുന്ന നിവേദനങ്ങൾ ഒറ്റ വരി പോലും വിട്ടുപോകാതെ വായിക്കും. അതിൽ എന്ത് നടപടിയെടുക്കണമെന്ന വിശദമായ കുറിപ്പെഴുതി ഞങ്ങൾക്ക് തരും. എന്നോട് സംസാരിക്കാൻ എത്തുന്ന ഓരോ ആളുടെയും വാക്കുകൾ സസൂക്ഷ്മം കേൾക്കുകയും അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് കുറിപ്പെഴുതി നടപടിയെടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചതെല്ലാം ആദ്യകാലത്തെ അത്ഭുതങ്ങളായിരുന്നു. വികസന കാര്യങ്ങളിലേക്ക് വന്നാൽ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഞാൻ അവിടെ കണ്ടത്. 37ഓളം വൻകിട പദ്ധതികൾ കേരളത്തിലുണ്ട്. അവയെല്ലാം മാസത്തിൽ ഒരു തവണ വെച്ച് മുഖ്യമന്ത്രി റിവ്യൂ ചെയ്യുന്നുണ്ട്. അധികമാർക്കും അറിയാത്ത കാര്യമാണത്. ഓരോ റിവ്യൂ മീറ്റിംഗിലും ടാർഗറ്റ് എത്തിയോ എന്ന് പരിശോധിക്കുകയും വീഴ്ചകൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. താരതമ്യേന ചെറുപ്പമായി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആ സ്പീഡിനൊപ്പം ഓടിയെത്താനാവാതെ കിതച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല. നവകേരളം എന്നത് എങ്ങനെയൊക്കെയാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഇതിൽ പരം മികച്ച മറ്റൊരു പ്രചോദനം ഞങ്ങളുടെയൊക്കെ ടീമിന് ഇല്ലായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ സൂക്ഷ്മതയോടെ കേട്ട് അവധാനതയോടെ അവ വിലയിരുത്തിക്കൊണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അവയിലൊക്കെ ദീർഘകാലത്തെ അനുഭവങ്ങളിലൂടെ ആർജിച്ച വെളിച്ചവും തെളിച്ചവും ഉണ്ടായിരുന്നു. വർഗ താല്പര്യമുണ്ടായിരുന്നു. ഓരോ പദ്ധതികളിലും സവിശേഷമായ കയ്യൊപ്പുണ്ടായിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സർക്കാർ മുൻഗണന കൊടുത്തത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക
സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി ട്രഷറി പൂട്ടിക്കും എന്ന നിലയിലെത്തിച്ചപ്പോഴും മറ്റു പദ്ധതികൾക്കുള്ള ചിലവ് മാറ്റിവെച്ച് പോലും ക്ഷേമ പ്രവർത്തനങ്ങൾ നിന്നുപോവാതെ കാശിന്റെ മുടക്കം അനുഭവിപ്പിക്കാതെ സാധാരണക്കാരുടെ കണ്ണൊപ്പിയ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഇടതുപക്ഷേതര സർക്കാരുകളുടെ അതിദരിദ്രരോടും അരികുവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നയം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ വിളിച്ച ആ മുൻഗണന എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതിന് സാക്ഷികളായിരുന്നു ഞങ്ങൾ എല്ലാവരും. പ്രതിസന്ധികളിൽ തളർന്നില്ല. കോവിഡും 2 തവണ പ്രളയവും എല്ലാം കേരളത്തെ തകർത്തെറിഞ്ഞപ്പോൾ അതിനെ അതിജീവിച്ചു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ നേതൃത്വശേഷി നേരിട്ട് കണ്ടറിഞ്ഞു. വകുപ്പുകളെല്ലാം ഏകോപിപ്പിക്കുകയും അതിജീവനത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ വിശ്രമിക്കാവൂ എന്ന് തീരുമാനിച്ച അപൂർവം ഭരണാധികാരികളിൽ ഒരാളാണ് അദ്ദേഹം. ജനങ്ങളിൽ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ പത്രസമ്മേളനങ്ങളും പ്രതിസന്ധികളിൽ അവർക്ക് ആശ്രയമായി. ദുരന്തഭൂമികളിൽ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഭരണാധികാരികൾക്ക് കണ്ടുപഠിക്കാം ആ ഇച്ഛാശക്തിയും നേതൃപാടവവും. ഒരു ഭരണാധികാരിയുടെ കീഴിൽ കേരളം വിപ്ലവാത്മകമായി മാറിയെങ്കിൽ അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ആ പാഠപുസ്തകം മറിച്ചു നോക്കാൻ കഴിഞ്ഞതിൽ എനിക്കും അല്പമല്ലാത്ത അഭിമാനമുണ്ട്. ഈ കുറിപ്പെഴുതുമ്പോൾ CM ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നാളുകളിൽ പിന്തുണയായി കൂടെ നിന്ന മുഖങ്ങൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എന്റെ സഹപ്രവർത്തകർ, ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എന്തായാലും ഒരു ഭരണാധികാരിയെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു കേൾക്കുന്നത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും രാകേഷിന്റെ ഈ നല്ല വാക്കുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് എന്നതോർക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.